പരീക്ഷകൾ കുറച്ച് ടഫായിരുന്നു. ഇന്നേ വരെ ചോദിക്കാത്ത ഒരുപാട് ചോദ്യങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഫുൾ A+ എന്നുള്ള നിങ്ങളുടെ സ്വപ്നം ഇങ്ങനെ പോയാൽ പറ്റൂല എന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടില്ലേടാ? നിങ്ങളെ ക്ലാസ് പഠിപ്പിക്കാത്ത എത്ര ചോദ്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഭൂരിഭാഗം കുട്ടികളും ഇങ്ങനത്തെ ട്യൂഷനൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും കൂടെ ആണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാവുന്നത്. ഹായ് മക്കളെ, അങ്ങനെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞു. ഇനി ആഘോഷരാവാണ്, 10 ദിവസത്തോളം അവധിയാണ് അല്ലേ? പക്ഷേ ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെ പലർക്കും എന്തുണ്ടാവും, ചെറുതായിട്ടൊരു ടെൻഷനും ആശങ്കയും വന്നിട്ടുണ്ടാവും അല്ലേ? എന്താണത്? പരീക്ഷകൾ കുറച്ച് ടഫായിരുന്നു അല്ലെ? മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ, ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ, കെമിസ്ട്രിയുടെ നോക്കുകയാണെങ്കിൽ, ഒരു പരിധിവരെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിലും ഇന്നേ വരെ ചോദിക്കാത്ത ഒരുപാട് ചോദ്യങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. കെമിസ്ട്രിയിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ ക്വസ്റ്റ്യൻ, മാത്സിൽ ആ കണ്ടെയ്നറിൽ സിലിണ്ടറിലേക്ക് ആ ബോൾ ഇടുന്ന ക്വസ്റ്റ്യൻ ഒന്നും ഇന്നേ വരെ ഒരു പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചോദ്യം വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും പകല് പോലെ ഒരു കാര്യം വ്യക്തമാണ്, ചോദ്യ പേപ്പർ പാറ്റേൺ മാറി തുടങ്ങിയിട്ടിരിക്കുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ മാത്രം ആവർത്തിച്ച് വരുന്ന എക്സാം പാറ്റേൺ എന്താണ്, മാറിയിരിക്കുന്നു. പകരം എന്താണ്, കൃത്യമായ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റുള്ളൂ, A+ നേടാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഫുൾ A+ എന്നുള്ള നിങ്ങളുടെ സ്വപ്നം ഇങ്ങനെ പോയാൽ പറ്റൂല എന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടില്ലേടാ? ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യ്. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുമെന്നുള്ളത് സത്യസന്ധമായി നിങ്ങളൊന്ന് കമന്റ് ചെയ്യ്. നിങ്ങളുടെ കമന്റ് ബാക്കിയുള്ളവരും കൂടെ വായിക്കട്ടെ. അതായത് എന്ത് ചെയ്യട്ടെ, ആ ഒരു പൊതുബോധം വരട്ടെ. ഇവിടെ ഒരു കാര്യം എനിക്ക് ഏറ്റവും ആദ്യം പറയാനുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓണപ്പരീക്ഷ വിചാരിച്ചതുപോലെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പരീക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ എന്താണ്, ആ പഴയ പാറ്റേണിൽ തന്നെയാണ് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതായത് കോവിഡിന് ശേഷം SSLC എക്സാം എന്ന് പറയുന്നത് കൃത്യമായ പാറ്റേൺ പ്രകാരം പോയിക്കൊണ്ടിരിക്കുന്നത്. ആവർത്തിച്ച് ഓരോ സബ്ജക്റ്റുകളിലും ചോദ്യങ്ങൾ വരാറുണ്ടായിരുന്നു. അത് മൊത്തം മാറിയിട്ടുണ്ട്. ഒത്തിരി ടീച്ചേഴ്സ് ടെൻഷനിലാണ്. ഇപ്പം തന്നെ പോർഷൻസ് പഠിപ്പിച്ച് തീർക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പം എങ്ങനെ ഈ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ്, ഡെപ്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എപ്പോൾ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ പാറ്റേൺ മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ അധ്യാപകന്മാരൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ 2018-ലും 2017-ലൊക്കെ പഠിപ്പിച്ചതുപോലെ അവർ ആദ്യമേ നിങ്ങളെ പഠിപ്പിച്ചു തരുമായിരുന്നു അല്ലേ? സത്യലയുടെ ക്രിസ്മസ് എക്സാമിലെ എത്ര ചോദ്യങ്ങൾ, നിങ്ങളെ ക്ലാസ് പഠിപ്പിക്കാത്ത എത്ര ചോദ്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലേ? അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ, പരീക്ഷകൾ എന്ന് പറയുന്നത് ഒരു പാറ്റേൺ സാധാരണ അധ്യാപകർക്ക് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ഇത്തവണ പൊടുന്നനെയാണ് ക്രിസ്മസ് എക്സാമിന് പാറ്റേൺ മാറിയിട്ട്. ഇനി ആകെ 3 മാസം കൂടിയേ ഉള്ളൂ. ഇപ്പം എഡ്യൂപോർട്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും പോപ്പുലറായിട്ട് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു ബാച്ചാണ് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള നമ്മുടെ ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. 3 മാസം നല്ല അടിപൊളിയായി പഠിപ്പിച്ചിട്ട് എല്ലാ കുട്ടികളെയും ഫുൾ A+ലേക്ക് എത്തി നിൽക്കുന്നത്. അതിനു വേണ്ടിയുള്ള റെക്കോർഡിംഗ് ഒക്കെ ഞങ്ങൾ ക്രിസ്മസ് എക്സാമിന് മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മുഴുവൻ എന്താണ്, ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇനി എന്താ, ഇനി വീണ്ടും മാറ്റി റെക്കോർഡ് ചെയ്യുക. കൂടുതൽ ഡെപ്തിൽ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ലൈനുകളും അനലൈസ് ചെയ്തിട്ട് കൂടുതൽ ന്യൂമറിക്കൽസ്, ഫിസിക്സിലൊക്കെ കൂടുതൽ ന്യൂമറിക്കൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ മാറ്റി റെക്കോർഡ് ചെയ്യുക. പക്ഷെ ഞങ്ങൾക്കിത് പറ്റും, പക്ഷെ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിന് പറ്റുമോ? ഞാൻ ഭൂരിഭാഗം കുട്ടികളും ഇങ്ങനത്തെ ട്യൂഷനൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും കൂടെ ആണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നത്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഞാനീ പറയുന്നത് ശരിയാണ്, കുറെ സർക്കാരിനെ ചീത്ത വിളിച്ച്, കുറെ വിദ്യാഭ്യാസ വകുപ്പിനെ ചീത്ത വിളിച്ച്, എല്ലാവർക്കും എന്താ, ഇനിയിപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പറയും, എല്ലാവർക്കും ടഫല്ലേ? പക്ഷെ എല്ലാവർക്കും ടഫ് ആകുമ്പോഴൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത് പഠിപ്പിച്ചു കൊടുത്തിട്ട് ടഫാക്കണം. പക്ഷെ ഇത് പഠിപ്പിക്കാനുള്ള സമയം കൊടുത്തിട്ടില്ല. ആൻഡ് നിങ്ങൾക്ക് ഇതൊക്കെ ചീത്ത പറഞ്ഞിട്ട് എല്ലാവർക്കും ടഫല്ലേ, ചിലപ്പോൾ ആർക്കും A+ കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാം. പണ്ടത്തെ പോലെ തന്നെ പരീക്ഷ അടുപ്പിച്ച് എന്ത് ചെയ്യാം, ചൂട് വരും, ലൈവുകൾ കാണും, ആ ലൈവിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. അതില്ലാതെ സാരല്ല പോട്ടെ അടുത്തൊല്ലാക്കാന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷെ മക്കളെ, നിങ്ങളുടെ സ്വപ്നമാണിതെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഒന്നാമത്തെ കൂട്ടർ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കൂട്ടർ ഓൾറെഡി പണി തുടങ്ങിക്കഴിഞ്ഞു. ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സൂചന കിട്ടിയപ്പോൾ, ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ടഫായപ്പോൾ, കെമിസ്ട്രിയിൽ പുതിയ ചോദ്യങ്ങൾ വന്നപ്പം അവർ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി പണ്ടത്തെ പോലെ പഠിച്ചിട്ട് കാര്യമില്ല, ഒന്നും കൂടെ സീരിയസ് ആയിട്ട് പഠിക്കണം, കുറച്ചും കൂടെ ഡെപ്ത് പഠിക്കണം, ടെക്സ്റ്റ് ബുക്കുകൾ നോക്കണം, പ്രീവിയസ് ഇയർ മാത്രം നോക്കിയാൽ പോരാ എന്ന് അവർ തീരുമാനിച്ചിട്ട് ഇനി മുതലുള്ള ഓരോ ദിവസവും അവർ നന്നായി പഠിക്കും, നല്ല
നല്ല മാർക്ക് വാങ്ങും. അതായത് ഇത്രയും കാലം നിങ്ങൾ ക്ലാസ്സിലെ ടോപ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ മിനിമം എഫേർട്ട് എടുത്തിട്ട് ആ ഫുൾ A+ കിട്ടുന്ന ബാച്ചിൽ നിങ്ങൾ ഉണ്ടാവാം. പക്ഷെ എന്താണ്, ഇനി പുതുതായിട്ട് അത്യാവശ്യം കഷ്ടപ്പെട്ട് പഠിച്ച് എഫേർട്ട് എടുത്തിട്ട് ഈ പയ്യന്മാരും ഈ പെൺകുട്ടികളും എന്താണ് നിങ്ങളെ മറികടന്നിട്ട് +1 നല്ല അഡ്മിഷൻ ഉറപ്പിക്കും, ഫുൾ A+ അവർ ഉറപ്പിക്കും. അപ്പം നിങ്ങളെ ചോദ്യം എന്താ വെച്ചാൽ ഇതിൽ ഏത് കൂട്ടത്തിൽ പെടണം എന്നുള്ളതാണ്. ഇതിനൊക്കെ വിമർശിച്ച് നന്നാവില്ല, എന്നെ കൊണ്ടാവില്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കണോ, അതോ മാറ്റം മനസ്സിലാക്കിയിട്ട് പാറ്റേൺ മാറിയതിനനുസരിച്ച് നിങ്ങൾക്ക് മാറണോ എന്നുള്ളതാണ് ചോദ്യം. ഏത് വിഭാഗത്തിൽ നിങ്ങൾ പെടുകയാണെന്നുള്ളത് നിങ്ങൾക്ക് ഉത്തരം പറയാം. കമന്റ് ചെയ്യാൻ നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നുള്ളത്. ഒരു കാര്യം മക്കളെ ഞാൻ ഉറപ്പു തരാം, നിങ്ങളിപ്പോൾ 2ാമത്തെ വിഭാഗത്തിൽ പെട്ടിട്ട് ഇനി അങ്ങോട്ട് ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കുമെന്നാണ് നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ അവസാന ശ്വാസം വരെ എന്തുണ്ടാവും, എഡ്യൂപോർട്ട് ഉണ്ടാവും, ഈ ചാനൽ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട മാക്സിമം നല്ല കണ്ടന്റ് തരാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. ഒരൊറ്റ കാര്യം മാത്രം, നിങ്ങൾ പഠിച്ചാൽ മതി മക്കളെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്വപ്നമായിരുന്നു ഫുൾ A+. അത് പാറ്റേൺ മാറ്റിയിട്ട് ഒരാൾക്കും കളയാനുള്ളതല്ല. നിങ്ങളുടെ പാരൻസിന്റെ സ്വപ്നമായിരുന്നു. നിങ്ങൾ 10ാം ക്ലാസ്സിൽ എത്തിയ മുതൽ അവർ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളുടെ റിസൾട്ട് ഫുൾ A+ന്റെ സ്കോർ കാർഡ് സ്റ്റാറ്റസ് വെക്കുന്നതിനെ കുറിച്ച്. അവരെ നിരാശരാക്കാൻ പാടില്ല. പഠിച്ചു തുടങ്ങിയാൽ ഇനിയും അവസരമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ല സ്കോറിലേക്ക് നേടാം, ഫുൾ A+ലേക്ക് തന്നെ നേടാം. സോ 2ാമത്തെ കൂട്ടരാവാൻ ശ്രമിക്കുക. കട്ട സപ്പോർട്ടായിട്ട് എഡ്യൂപോർട്ട് ഉണ്ട്. വീഡിയോ മനസ്സിലായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. ശരി.